നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അവൻ്റെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ഹൃദയത്തിനെ, അവൻ്റെ കൽബിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഹൃദയം വൃത്തിഹീനമായത് പാരത്രികമായ ലോകത്ത് ഒരിക്കലും വിജയിക്കാൻ കഴിയൂല. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവന്റെ സമ്പത്തോ അതല്ലെങ്കിൽ അവന്റെ സന്താനങ്ങളോ നാളെ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് ഉപകരിക്കൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കേടുവരാത്ത ഹൃദയവുമായി അല്ലാഹുവിനെ ആരാണോ സമീപിക്കുന്നത് അവനാണ് പടച്ച റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമ്മോട് പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാ മനുഷ്യ ശരീരത്തിലും ഒരു അവയവമുണ്ട്. ഈ ഒരു അവയവം നന്നായി കഴിഞ്ഞാൽ അവന് നന്മ ചെയ്യാനുള്ള പ്രേരണകൾ പടച്ച റബ്ബ് ഇട്ടുകൊടുക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദ കുല്ലഹു വഇദാ ഫസദത് ഫസദൽ ജസദ കുല്ലഹു അലാ വഹിയൽ ഖൽബ്. നമ്മുടെ ഹൃദയം, ഈ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ നമുക്ക് മടി വരാറുണ്ട്, അതല്ലെങ്കിൽ നന്മയായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മടി വരാറുണ്ട്, അലസത വരാറുണ്ട്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പടച്ച റബ്ബിനോടുള്ള ബാധ്യതകൾ നിറവേറാൻ അവന് സന്നദ്ധത കാണിക്കും. നിസ്കാര സമയമായി കഴിഞ്ഞാൽ കൃത്യമായി നിസ്കരിക്കാനുള്ളതായ മനസ്സ് വരും. ഈ ഹൃദയം മോശമായി കഴിഞ്ഞാൽ പടച്ച റബ്ബിനോടുള്ള യാതൊരുവിധ ചിന്തയും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയില്ല. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ദുനിയാവിന്റെ ലോകത്ത് പടച്ച റബ്ബിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, പക്ഷേ ആ പടച്ച റബ്ബിനെ എന്തുകൊണ്ടാണ് കൽബിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതിരുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ട് വീണുപോയോ? പടച്ച റബ്ബിന്റെ പ്രയോഗം കറുത്തിട്ട് കരിവാളിച്ചിട്ട് നിങ്ങളുടെ ഹൃദയം ലോക്കായി പോയോ? എന്തുകൊണ്ടാണ് എന്നെ കുറിച്ചുള്ളതായ ആയാത്തുകൾ, അതല്ലെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകാത്തത് എന്ന് പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുമ്പോ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ പറ്റിയ മാസമാണ് പരിശുദ്ധമായ റമദാൻ. പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ഹൃദയത്തിനെ ശുദ്ധമാക്കാനുള്ള ഒന്നാമത്തെ മരുന്നായി പണ്ഡിതന്മാരവിടെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതിലൂടെ നമ്മുടെ കൽബ് നമുക്ക് ശുദ്ധിയാക്കാൻ കഴിയുമെന്നാണ്. രണ്ടാമതായി അവിടെന്ന് പറയുന്നു, വലിൽ ബത്നിൽ ഖലാ, നമ്മുടെ പള്ളയെ ഒഴിച്ചിടലാണ്, നമ്മുടെ വയറ് ഒഴിച്ചിടലാണ്, അഥവാ നോമ്പനുഷ്ഠിക്കലാണ്. നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ കൽബ് നമുക്ക് ശുദ്ധിയാക്കാൻ കഴിയുമെന്നാണ്. മൂന്നാമതായി പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, രാത്രിയിലുള്ളതായ നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ച തറാവീഹ് നിസ്കാരം, അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരങ്ങൾ, ഇതുപോലെയുള്ള സുന്നത്തായ ദിശയുടെ
നിശബ്ദതയിലുള്ളതായ അമലുകൾ, നിസ്കാരങ്ങൾ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്നതാണ്. പിന്നീട് പണ്ഡിതന്മാര് പറയുന്നു, ബിസ്സഹരി, അത്താഴ സമയത്ത് പടച്ച റബ്ബിനെ സ്മരിക്കുക എന്ന് പറയുന്ന പദ്ധതി. സുബഹിക്ക് മുമ്പുള്ള തഹജ്ജുദിന്റെ സമയം, പ്രത്യേകിച്ച് റമദാൻ മാസത്തെ സംബന്ധിച്ച് നമ്മൾ അത്താഴം കഴിക്കുന്ന സമയം. ചില ആളുകളുടെ പതിവ് രാത്രി തറാവീഹൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും, പിന്നെ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്. ചില ആളുകളുടെ ശീലമാണ്, അവർക്ക് അത്താഴം കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുത്തസഹ്ഹിരീൻ. അത്താഴം കഴിക്കുന്നവരുടെ മേൽ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ സഹായം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ശീലക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഒരു അര ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് ഈ ഒരു സുന്നത്ത് ഹയാത്താക്കുന്ന കാര്യം. മാത്രമല്ല, ഈ അത്താഴത്തിന്റെ സമയത്ത് പടച്ച റബ്ബിനെ സ്മരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ കഴിയുമെന്ന്. അഞ്ചാമതായി പറയുന്നത് സ്വാലിഹീങ്ങളോടുള്ളതായ, ആലിമീങ്ങളോടുള്ളതായ, സാദാത്യങ്ങളോട്, ഉലമാക്കളോട്, ആബിദീങ്ങളോട് അവരുമായിട്ടുള്ളതായ സഹവാസം, അവരുമായിട്ടുള്ളതായ ബന്ധം, ഇതിലൂടെ നമ്മുടെ ഖൽബ് നമുക്ക് ശുദ്ധിയാക്കാൻ കഴിയും. അങ്ങനല്ലേ? ചന്ദനം ചാരിയാല് ചന്ദനം മണക്കുന്നല്ലേ? ചാരുന്നത് എന്താണെന്ന് സൂക്ഷിച്ചോളണം. എന്നിട്ട് വേണം ചാരാൻ. നല്ല ആളുകളുമായിട്ടുള്ളതായ ഇടപഴകുന്നതിലൂടെ നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ റമദാനിനെ എടുത്ത് പരിശോധിച്ചാൽ ഈ അമലുകൾ മുഴുവനും ദിവസവും നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഇഖ്ലാസ് കൂടി നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ നമുക്ക് കഴിയും. അല്ലാഹ് ചോദിച്ചു, നിങ്ങളുടെ ഹൃദയം പൂട്ടുവീയിരിക്കുകയാണോ, കറുത്തുപോയോ? നാളെ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് ഇല്ലില്ല, എന്റെ ഹൃദയം കറുത്തിട്ടില്ല. പടച്ച റബ്ബേ, ദുനിയാവിന്റെ ലോകത്തിനാ നിന്നെ നല്ലതുപോലെ അറിഞ്ഞവൾ ചെയ്തവനാണ്. ആ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് നമുക്ക് വിജയിക്കണം. പടച്ച റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ഹൃദയം സംസ്കരിക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് തുറ ഏറ്റെടുത്ത സഹോദരൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നിയ്യത്തുകൾ മുഴുവനും കബൂലാക്കുമാറാകട്ടെ.